നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യമേ, ശ്യാമ ചെയ്തതിനൊക്കെ ഞാൻ സത്യമയോട് മാപ്പി ചോദിക്കുക. ഞാനിതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എടാ, ഇവൾ എന്റെ മോള് തന്നെയാ. സത്യമേ, ഇവളിങ്ങനെയൊക്കെ പെരുമാറിയത് മനസ്സിലായി. ഞാനിവളെ പ്രകോപിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇവളുടെ കണ്ടീഷൻ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല. ശാരദാമ്മേ, ശ്യാമയ്ക്കൊപ്പം നിങ്ങൾക്കകത്തേക്ക് വരാം. ശാരദാമ്മയ്ക്ക് മാത്രം. സത്യമേ, ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം തീരുമാനിച്ചാ മതി. ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാണ്. ഹോസ്പിറ്റലിലെ പോലെ തന്നെ നോക്കിക്കോളാന്നുള്ള ഉറപ്പിലല്ലേ സത്യമേ ശ്യാമേ അവര് നമ്മുടെ കൂടെ വിട്ടത്? ഹോസ്പിറ്റലെ പോലെ തന്നെ നോക്കും ശാരദാമ്മേ നിങ്ങളുടെ മകൾ ശ്യാമേ. 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ചികിത്സ വേണമെങ്കിൽ അങ്ങനെ. പക്ഷേ പുകഞ്ഞ കൊള്ളിയെ തിരിച്ചെടുക്കുന്നില്ല. ശരി സത്യമേ, സത്യമ്മയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ അങ്ങനെ. സത്യമ്മ പറഞ്ഞത് ശരിയാ. ഇവിടത്തെ കാര്യം സത്യമ്മ തന്നെയാ തീരുമാനിക്കേണ്ടത്. ശ്യാമെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. 2-3 ആഴ്ചത്തെ ചികിത്സയും വിശ്രമവും അല്ലേ പറഞ്ഞത്. ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം. പൂർണ്ണമായി ഭേദപ്പെട്ട ശേഷം തിരിച്ചയക്കാം. മകള് കളക്ടർ ആയതിന്റെ അഹങ്കാരം. കൊമ്പത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുമായിരിക്കും നിങ്ങള്. അയ്യോ സത്യമേ, അങ്ങനെയൊന്നും അല്ല. എന്തിനാ ഭാമ ഈ കടുംപിടുത്തമൊക്കെ? എന്റെ മരുമകൾക്ക് ഒരു അസുഖം വരുമ്പോ ഞാൻ നോക്കണ്ടെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? എന്റെ അമ്മ ശാരദാമ്മ ശ്യാമയെ നോക്കിയെങ്കിൽ നോക്കട്ടെ. ശ്യാമയുടെ അമ്മയല്ലേ ശാരദാമ്മ? വിഷ്ണു, ഛർദിച്ചത് വിഴുങ്ങാൻ നോക്കണ്ട നീ. ഈ നിൽക്കുന്നത് നീ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ. അമ്മേ, ശ്യാമയുടെ കാര്യമാണ് ഞാൻ. ദേ, എന്റെ മരുമകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി. എന്റെ നിലപാടെന്താണെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇനി ശ്യാമയെ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ശരി സത്യമേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. വാ മോളെ. കൊണ്ടുപോയിക്കോളൂ ശാരദാമ്മേ. പക്ഷേ ഭേദമായി കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. നീയാണോ? അടങ്ങി നിന്നോണം. ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ കൈയും കാലും ഞാൻ ഓടിക്കും. നിന്റെ കുഞ്ഞേച്ചിയുടെ ഈ വേഷം കൊണ്ടൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോടി. എന്റെ കുഞ്ഞേച്ചി പറഞ്ഞു വിടും അല്ലേ? ഇല്ല, ഞാനിന്ന് കൊല്ലും. എന്നെ വീട് വീടാണല്ലേ പറഞ്ഞേ. ഞാനിന്ന് കൊല്ലും. കുഞ്ഞെ, ഞാനിന്ന് കൊല്ലോടി. കയ്യും കാലും നിന്നെ ഞാനിന്ന് കൊല്ലും.
ദേ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നെ തല്ലി എന്നെ നീ തല്ല ഇനിയും തല്ലാൻ നിന്നോട് തല്ലാനല്ലേ ഞാൻ പറഞ്ഞേ? തല്ലാനല്ലേ പറഞ്ഞേ? തല്ലാൻ എന്നെ തല്ലടാ. നിനക്ക് തല്ലണ്ടല്ലേ? എങ്കി ഞാൻ തന്നെ ചെയ്യാം. ശ്യാമേ 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 എടോ എടാ നീ ചെന്ന് പിടിച്ച് മാറ്റടാ. ശ്യാമേ 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 ചെല്ലടാ അങ്ങോട്ട്. ശ്യാമേ നീ എന്തായി കാണിക്കുന്നേ? ശ്യാമേ 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 മോളെ ശ്യാമേ ശ്യാമേ മോളെ ശ്യാമേ 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 മോളെ ശ്യാമേ സത്യമേ, ശ്യാമ ചെയ്തതിനൊക്കെ ഞാൻ സത്യമയോട് മാപ്പി ചോദിക്കുക. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എടാ, ഇവൾ എന്റെ മോള് തന്നെയാ. സത്യമേ, ഇവളിങ്ങനെയൊക്കെ പെരുമാറിയത് മനസ്സിലായി. ഞാനിവളെ പ്രകോപിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇവളുടെ കണ്ടീഷൻ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.